പ്രൈസ് ദി ലോർഡ്. ദൈവ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും പ്രഭാതം കണ്ട് എഴുന്നേൽക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിച്ചല്ലോ. ഈ പ്രഭാതത്തിൽ ഏവരെയും പ്രഭാത മന്നയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സർവശക്തനായ ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു. അല്പസമയ വചന ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങളാണ്. അത് ഇപ്രകാരം വായിക്കുന്നു. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. ഈ വേദവാക്യം എന്തിനെ കാണിക്കുന്നു? ദൈവത്തിൻ്റെ ന്യായവിധിയെ കാണിക്കുന്നു. ദൈവത്തിൻ്റെ ന്യായവിധി. എന്താണ് ന്യായവിധി? വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തികൾ ഇരുളായിത്തീർന്നു. അവർ വെളിച്ചത്തെക്കാട്ടിലും ഇരുളിനെ സ്നേഹിക്കുവാൻ ഇടയായിത്തീർന്നു. അഥവാ ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാതെ, നന്മ ചെയ്യാതെ, തിന്മയുടെ ശക്തിയായ സാത്താനെ അനുസരിച്ച് തിന്മ ചെയ്തു, പാപം ചെയ്തു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ട് നിശ്ചയം. ആമേൻ. ഈ കാണുന്ന ഈ ആകാശവും ഈ ഭൂമിയും ഇവിടുത്തെ എല്ലാ പണികളും വെന്ത് ചാമ്പലായിത്തീരുവാൻ ഇടയായിത്തീരും. നാം എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ആമേൻ ലോകത്തിൻ്റെ സൃഷ്ടാവായ, സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പാകെ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. അന്ന് നാം ചെയ്ത പ്രവൃത്തികൾ നമ്മെ പിന്തുടരുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതം ജാഗ്രതയോടെ നയിക്കുവാൻ, ആ പാപത്തിൽ നിന്നും വേർവിട്ട് ലോകത്തിൻ്റെ രക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ, ഒരു പുതിയ ജീവിതം, പുതിയ മനുഷ്യനായി ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ വായിച്ച വേദവാക്യ പ്രകാരമാണ്. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. ഇന്ന് കാണുന്ന ചന്ദ്രൻ, സൂര്യൻ എല്ലാം എന്തായിത്തീരും? അത് സ്തോത്രം, ആമേ, രക്തതുല്യമായി തീരുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ആമേ. കായ് ഉതിർക്കും പോലെ, കായ് വീഴുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഈ ഭൂമിയിൽ പതിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. അപ്രകാരം ഒരു ദിവസം വരാൻ പോകുക, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ആ ദിവസം വെളിപ്പെടുവാൻ പോവുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ആമേ ലൂക്കോസ് 21-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം, 25-ഉം 26-ഉം വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. ലൂക്കോസ് 21-25. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. എന്താണ്? സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോട് കൂടിയ
പരിഭ്രമം ഉണ്ടാകും. ആകാശത്തിന്റെ ശക്തികൾ ഇറങ്ങിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിക്കാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യര് നിർജീവന്മാർ ആകും. ഈ ലോകത്തിന് എന്ത് ഭവിക്കുവാൻ പോകുന്നു എന്ന് നോക്കിക്കൊണ്ട് മനുഷ്യര് നിർജീവന്മാരായി തീരുവാൻ ഇടയായിത്തീരും. സ്തോത്രം. വീണ്ടും യെശയ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലും ഇപ്രകാരം വായിക്കുന്നുണ്ട്: ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്ര രാശികളും പ്രകാശം തരികയില്ല. എന്താണ്? ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്ര രാശികളും പ്രകാശം തരികയില്ല. സൂര്യൻ ഉദയത്തിങ്കൽ തമ്മി ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം നൽകുകയില്ല. അപ്രകാരം പ്രകാശമില്ലാത്ത, വെളിച്ചമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുകയെ. മനുഷ്യര് തപ്പി ഇരുട്ടത്ത് നടക്കുന്നത് പോലെ അത് കണ്ണുണ്ടായിട്ടും കാണുവാൻ കഴിയാത്ത ഇരുട്ടിൽ തപ്പി നടക്കുന്ന ആ ഒരു ദിവസത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചേ. എന്നാൽ ആ ദിവസം വരുന്ന മുമ്പായിട്ട് എന്ത് ചെയ്യണം? യേശുവിലേക്ക് നോക്കി നാം എല്ലാവരും രക്ഷ പ്രാപിക്കുവാൻ ഇടയാകണം. സ്തോത്രം. വീണ്ടും യെശയ്യാവിന്റെ പുസ്തകം 51-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നുണ്ട്. യെശയ്യാവ് 51:15: തിരകൾ അലറുവാൻ തക്കവണ്ണം സമുദ്രത്തെ കോപിപ്പിക്കുന്നവൻ ആയി നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു എൻ്റെ നാമം. ഒന്നുകൂടെ വായിക്കാം: തിരകൾ അലറുവാൻ തക്കവണ്ണം സമുദ്രത്തെ കോപിപ്പിക്കുന്നവനായി നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു. സ്തോത്രം. അപ്പോൾ സമുദ്രത്തെ എന്ത് ചെയ്യുന്നു? കോപിപ്പിക്കുന്നു. സ്തോത്രം. തിരമാലകൾ അലച്ചു കയറുന്നു. നമുക്കറിയാം സ്തോത്രം. തിരമാലകള് നേരത്തെ വന്നതൊക്കെ നമുക്കറിയാം. എത്രയോ നിലകളുള്ള കെട്ടിടത്തിന്റെ മേലിൽ കൂടി തിരമാലകള് അലയ്ക്കുവാൻ സ്തോത്രം ഇടയായിത്തീർന്നു. അത് മുഖാന്തരം എത്രയോ ജനങ്ങൾ പെട്ടുപോകുവാൻ ഇടയായിത്തീർന്നു. ഇനി വന്നതിനും അതിനും അപ്പുറമായിട്ട് യഹോവയാ ദൈവത്തിന്റെ കോപം വരാൻ പോകുക. തിരമാലകളെ ഉയർത്തുമാറ്, ജനങ്ങളെ മൂടി മറയ്ക്കുമാറ് സ്തോത്രം ദൈവത്തിന്റെ കോപം വരുവാൻ പോകുകയാണ്. സ്തോത്രം. അങ്ങനെ ഞാൻ ആകാശത്തെ നടന്നുമാറാക്കും, സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും അവന്റെ ഉഗ്രകോപത്തിന്റെ നാളിലും ഭൂമി അതിന്റെ സ്വാനത്തിൽ നിന്ന് ഇളകിപ്പോകും. യെശയ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായം 13-ാം വാക്യം എന്താണ് വായിച്ചത്? അങ്ങനെ ഞാൻ ആകാശത്തെ മറഞ്ഞുമാറാക്കും, സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും അവന്റെ ഉഗ്രകോപത്തിന്റെ നാളിലും ഭൂമി അതിന്റെ സ്വാനത്തിൽ നിന്ന് ഇളകിപ്പോകും. ഇന്ന് കാണുന്ന ഈ ഭൂമി ആ സ്വാനത്തിൽ നിന്നും ഇളകിപ്പോകുവാൻ ഇടയായിത്തീരും. ഓടിച്ചുവിട്ട ഇളമാനിനെ പോലെയും ആരും കൂട്ടിച്ചേർക്കാത്ത ആടുകളെ പോലെയും അവർ ഓരോരുത്തൻ താൻ്റെ ജാതിയുടെ അടുക്കിലേക്ക് തിരിയും. ഓരോരുത്തൻ താൻ്റെ സ്വദേശത്തിലേക്ക് ഓടിപ്പോകും. ആർക്കും അവിടെ നിൽക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കോപ ദിവസത്തിൽ ആർക്കും നിൽക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥ വരാൻ പോകുകയാണ്. സ്തോത്രം. അതുകൊണ്ട് യോവേൽ പ്രവചനം 2-ാം അധ്യായം 30-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. യോവേൽ 2-ാം അധ്യായം 30-31 വാക്യങ്ങൾ എന്താണ് വായിക്കുന്നത്? ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. ദൈവം പറയുകയാണ്, ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നിർമ്മിച്ച ദൈവം പറയുകയാണ്. എന്ന് പറയുന്നു, ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. രക്തവും തീയും പുകത്തൂണും തന്നെ യഹോവയുടെ വലുതും ഭയങ്കരമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ ആ ദിവസം ദൈവത്തിന്റെ ആ കോപ ദിവസം വരുന്ന മുമ്പായിട്ട് നമുക്കേവർക്കും
ലോകത്തിന്റെ രക്ഷിതാവായ യേശുവിലേക്ക് നോക്കി നമുക്ക് രക്ഷ പ്രാപിക്കാം. അതിനായിട്ട് സർവശക്തനായ ദൈവം എൻ്റെ കേൾവിക്കാരായ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന നിങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരണയിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവിടുത്തെ ഉഗ്രകോപം വരുന്ന മുമ്പായിട്ട് ഏവരും അങ്ങയിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുവാൻ എൻ്റെ പിതാവ് സഹായിക്കണം എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വം അങ്ങേ കൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും രോഗത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ അവർക്ക് ദൈവമേ അങ്ങ് തൊട്ട് അവിടുത്തെ ഹിതപ്രകാരം രോഗസൗഖ്യം കൊടുത്തും അനുഗ്രഹിക്കണം, സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും അങ്ങേ കൽപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ടുക, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ സർവ ശക്തനായ ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നല്ല ദിവസം നേരുന്നു. ആമേൻ.